പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എന്നിവർക്ക് പുറമെ ഗൾഫ് ഭരണാധികാരികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര വ്യാപാരത്തിന് നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇന്ത്യയും അമേരിക്കയും ചർച്ച ചെയ്തതായി ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ എക്സിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനവും ക്രിയാത്മകവുമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദിയുമായുള്ള സംഭാഷണം. സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായുള്ള നരേന്ദ്രമോദിയുടെ പ്രതികരണം ലോക സമാധാനത്തിന് പ്രതീക്ഷയുടെ കിരണങ്ങളാകുകയാണ്. അതേസമയം US-ന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. US ആഗ്രഹിക്കുന്നത് പോലെയുള്ള കരാറിൽ എത്തിയില്ല എങ്കിൽ 5 ദിവസത്തിന് ശേഷം ഇറാനിൽ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. അതിനിടെ ഇസ്രായേലിലെ ടെൽ അവീവിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം ഭേദിച്ച് ഇറാന്റെ 100 കിലോഗ്രാം ഭാരമുള്ള പോർമുനയുള്ള മിസൈലുകളിൽ ഒന്ന് സെൻട്രൽ ടെൽ അവീവിൽ വീണു. ബഹ്റൈനിലും മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. UAE ബഹ്റൈൻ സംയുക്ത സേനയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. കിഴക്കൻ പ്രവിശ്യയിലെത്തിയ ഇറാന്റെ 19 ഡ്രോണുകൾ സൗദി തടഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലേക്ക് ആയിരക്കണക്കിന് സൈനികരെ വിന്യസിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധവാർത്തകളും ഒപ്പം തെരഞ്ഞെടുപ്പ് വാർത്തകളും ആണ് നമ്മൾ ന്യൂസ് ട്രെൻഡ്സിൽ ആദ്യം പരിശോധിക്കുന്നത്. ആദ്യം തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുന്നു.